ആവശ്യമില്ലെന്ന് തീരുമാനിച്ചാൽ അവിടുന്ന് ആൾക്കാർ വരും, പിടിച്ചോണ്ട് പോകും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് സ്വയം ചെല്ലുന്നതല്ലേ? ഒന്നും പറയണ്ട, ഞാൻ യോഗിനമ്മയെ കണ്ടിട്ട് വരാം. കുഞ്ഞിപ്പെണ്ണെ, ഞാൻ ഇപ്പം വരാം കേട്ടോ. അവന് നമ്മളെ കൊല്ലും അമ്മേ. മോള് ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിക്ക്. ഭഗവാന്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ. നമ്മുടെ മരണമാണ് ഭഗവാന്റെ ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ. ചെല്ലു മോളെ. ഭഗവാനെ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭഗവാന്റെ വിഗ്രഹം ഇവിടെ വെച്ചത് കൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്നാ ഞങ്ങളോട് ക്ഷമിച്ചൂടെ? ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ. ഞങ്ങൾ പാവങ്ങളല്ലേ ഭഗവാനെ. ദേശമംഗലത്തമ്മ, എന്താ മോളെ? അച്ഛൻ ദിവ്യനെ അറിഞ്ഞില്ലേ? മേലൂർ ക്ഷേത്രത്തിലെ പ്രശ്ന പരിഹാരത്തിന് കണ്ടിരിക്കുന്ന മാർഗം എന്താണെന്ന് മല്ലിയമ്മയോടും കുഞ്ഞിപ്പെണ്ണിനോടും കഴുത്തിൽ കുരുക്കിടാൻ പറഞ്ഞിരിക്കുക. പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും മല്ലിയമ്മ കേൾക്കുന്നില്ല. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ എന്ന് പറയുക. കുട്ടി വിഷമിക്കാതിരിക്കൂ. അതെങ്ങനെയാ അച്ഛാ പറ്റുന്നത്? ഇത് ചിത്രപാണി തമ്പുരാന്റെ ചതിയല്ലേ? മല്ലിയമ്മയെ കുഞ്ഞിപ്പെണ്ണിനെ കരുതിക്കൂട്ടി ദ്രോഹിക്കുകയല്ലേ? മല്ലിയെയും കുഞ്ഞിയെയും ഇല്ലാതാക്കാൻ ചിത്രപാണി തമ്പുരാൻ എത്ര ശ്രമിച്ചു. എന്നിട്ട് അവരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അദ്ദേഹത്തിന്? ഞാൻ യോഗിനമ്മയെ തിരക്കിപ്പോയി. യോഗിനമ്മയെ കണ്ടില്ല. അച്ഛനൊന്ന് വരോ? മല്ലിയമ്മ പറഞ്ഞു മനസ്സിലാക്ക്. ഒരിക്കലും പോവാൻ പാടില്ലെന്ന് നിർബന്ധിക്ക്. ഭഗവാന്റെ നടയിലേക്ക് പോവാൻ മല്ലി തീരുമാനിച്ചെങ്കിൽ അത് ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. അച്ഛാ, എന്റെ കുഞ്ഞിപ്പെണ്ണിന് എന്തെങ്കിലും പറ്റില്ലേ? മോളെ, കുഞ്ഞിപ്പെണ്ണ് പോകുന്നത് ഭഗവാന്റെ നടയിലേക്കാണ്. അരുതാത്തതൊന്നും ആ നടയിൽ സംഭവിക്കില്ല എന്ന വിശ്വാസമാണ് നമ്മളെയൊക്കെ നിലനിർത്തുന്നത്. മോളൊരു കാര്യം ചെയ്യൂ. മോള് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കൂ. അമ്മയ്ക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലല്ലോ. ആ, ചെല്ലുകുട്ടി. എന്റെ ദേശമംഗലത്തമ്മേ, എന്റെ കുഞ്ഞിപ്പെണ്ണിന് ഒന്നും സംഭവിക്കല്ലേ. മല്ലിയമ്മയെ കുഞ്ഞി ചതിക്കുന്നവർക്ക് അമ്മയുടെ ശക്തി വെളിവാക്കി കൊടുക്കണേ. എന്റെ കുഞ്ഞിപ്പെണ്ണിനെ മല്ലിയമ്മയെ രക്ഷിച്ചാൽ ഞാൻ ഈ നടയിൽ ഉപവാസം ഇരുന്നോളാം. രക്ഷിക്കണേ ദേശമംഗലത്തമ്മേ. അച്ഛാ, ഞാൻ പോയി യോഗിനിയമ്മയെ കണ്ടുപിടിക്കട്ടെ. ചെല്ലു. മല്ലിയമ്മയോട് പറയൂ മനസ്സ് ശാന്തമാക്കിയിരിക്കാൻ. എന്റെ ദേവി കാത്തോളേ. എന്താണാവോ? തമ്പുരാൻ, ഒരു കാര്യം അപേക്ഷിക്കാൻ വന്നതാണ്. നാം ഒരു അപേക്ഷ നടത്തിയിട്ട് കാലം കുറച്ചായി. അതിന് ആക്ഷേപമല്ലാതെ മറുപടി ഒന്നുമില്ല. ഇപ്പോ നമ്മോട് അപേക്ഷയോ? കുഞ്ഞിയുടെ കാര്യമാണ്. മേലൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ശിക്ഷയിൽ നിന്നും അവളെ അങ്ങ് ഒഴിവാക്കണം. തെറ്റ്. മേലൂർ ശിവക്ഷേത്രത്തിൽ നടക്കുന്നത് ശിക്ഷാവിധിയാണെന്ന് ആര് പറഞ്ഞു? അത് കാട്ടുവാസിയായ മല്ലിയുടെ മകൾക്ക് കിട്ടുന്ന അനുഗ്രഹമല്ലേ? നോക്കൂ, ശിവലിംഗം ചരിഞ്ഞതിന്റെ പേരിൽ ആളുകൾ പരിഭ്രാന്തരാണ്. അത് നേരെയാക്കാൻ വരുന്ന ആളിനെ രക്ഷകയായിട്ടില്ലേ ആളുകൾ കാണൂ. ആ മഹത്വം ആ കുഞ്ഞിന് കൊടുക്കാൻ തീരുമാനിച്ച നാം ഭാഗ്യവാനെന്നല്ലാതെ പിന്നെന്താ പറയാ? തമ്പുരാൻ, ആ കുഞ്ഞും അവളുടെ അമ്മയും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ
പിന്നെ എന്തിനാണ് കൂടെ കൂടെ അവരെ ദ്രോഹിക്കുന്നത്? ഈ കാര്യത്തിൽ നിന്നും കുഞ്ഞിപ്പെണ്ണിനെ ഒഴിവാക്കിയാൽ പറയൂ പ്രിയംവദ, എനിക്ക് എന്തു തരും? അങ്ങേക്ക് പുണ്യം കിട്ടും. വേണ്ട. ഹ, യാതൊരു പുണ്യപ്രവൃത്തിയും ചെയ്യാത്ത ചിത്രഭാനുവിന് ഒരു പുണ്യവും വേണ്ട. ഹ, പ്രിയംവദയുടെ അപേക്ഷ നാം കേൾക്കാം. അതനുസരിച്ച് മനസ്സിലെ സകല തീരുമാനങ്ങൾ മാറ്റാം. കുഞ്ഞിപ്പെണ്ണ് പഴയ പോലെ കളിച്ചിരിച്ച് നടന്നോട്ടെ, വിരോധവും ഇല്ല. പക്ഷേ നാം പറഞ്ഞൊരാഗ്രഹം, നൃത്തമണ്ഡപത്തിൽ തനിയെ നിന്റെ നൃത്തം ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം, അത് സാധിച്ചു തരാവൂ? കാട്ടുവാസിയായ മല്ലിയെ, അവളുടെ മകൾ കുഞ്ഞിയെ പ്രിയംവദ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ആ കുഞ്ഞിന്റെ ജീവന് ഒരു വിലയുമില്ലേ? പ്രിയംവദയ്ക്ക് അത് നേടിക്കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യമല്ലേ? പറയൂ തമ്പുരാൻ. ഇരു ചെവി അറിയാതെ നാം നോക്കിക്കോളാം. പ്രിയംവദയ്ക്ക് ദേശമംഗലത്തെ ഏറ്റവും സമ്പന്നയാകാനുള്ള കാര്യങ്ങളും നാം ചെയ്യാം. എന്താ? നിർത്തൂ തമ്പുരാൻ. ഇങ്ങനൊരു വിലപേശൽ കേൾക്കാനല്ല ഞാൻ തമ്പുരാന്റെ മുന്നിൽ വന്നത്. പിന്നെ നീ എന്തിനാ വന്നേ? ദേശമംഗലം തമ്പുരാനേക്കാൾ ശക്തനായ നമ്മെ ഒരു കാട്ടുപെണ്ണ് വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കൊല്ലാൻ നോക്കിയ മാർഗങ്ങളിലൊക്കെ തടസ്സമായി നിന്നെ പോലത്തെ കുറെ പേർ വന്നു. ഒരു യോഗിനി, ഒരു ഗംഗാദത്തൻ, പിന്നെ പേരറിയാത്ത കുറെ എണ്ണം. മനോനില തകർന്ന് നാം ഈ നാട്ടിലൂടെ നടക്കുമ്പോ നമ്മെ കളിയാക്കിയവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നല്ലോ. അന്ന് എല്ലാവരും എന്താ കരുതിയത്? ചിത്രഭാനുവിന് ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന്. പക്ഷെ ചിത്രഭാനു തിരിച്ചു വരും. സൂര്യൻ ഉദയവും അസ്തമയവും ഉണ്ടെങ്കിൽ ചിത്രഭാനുവിന് നാശവുമില്ല. ഒരിക്കൽ കൂടെ നാം ചോദിക്കാം, ആ അരുങ്കൊല നമ്മെ കൊണ്ട് നടത്തിക്കാതെ നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നൂടെ? നിർത്തൂ. അപേക്ഷയുമായി നിങ്ങളുടെ മുന്നിൽ എത്താൻ തോന്നിയ നിമിഷത്തെ ഞാൻ ശപിക്കുകയാണ്. നിങ്ങളൊരു മനുഷ്യനല്ല, രാക്ഷസനാണ്. അതെ, ഈ രാക്ഷസന്റെ യഥാർത്ഥ രൂപം കാണണമെങ്കിൽ മല്ലിയുടെയും കുഞ്ഞിന്റെയും കൂടെ നീ മേലൂർ ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കോ. കാണാം, കഴുത്തി കയറ് മുറുകി ശ്വാസം മുട്ടി അവൾ പെട്ടഞ്ഞു തീരുന്നത്. കൊല്ലും, ഒന്നിരിക്കും ചിത്രഭാനു. അഹങ്കരിക്ക്. തിരിച്ചു കിട്ടിയ നേർബുദ്ധി കൊണ്ട് വീണ്ടും വീണ്ടും അഹങ്കരിക്ക്. പക്ഷേ ഒരിക്കൽ നിങ്ങളെ ശിക്ഷിച്ച അതേ ദൈവം ഇപ്പോഴും ഉണ്ടെന്ന് നിങ്ങൾ മറക്കണ്ട. ദൈവത്തിന്റെ കണ്ണും കാതും ഒന്നും കൊട്ടി അടച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതും കുഞ്ഞിപ്പെണ്ണിന്റെ പ്രാർത്ഥനയും ഒരേ ദൈവം തന്നെയാണ് കാണുന്നത്. നോക്കിക്കോളൂ തമ്പുരാൻ, ഇതിനുള്ള ശിക്ഷ അനുഭവിക്കും. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ ചിത്രഭാനു തമ്പുരാന് എതിരാണ്. ആ കാട്ടുവാസിയുടെ മകളുടെ ചലനമറ്റ ശരീരം നിന്റെ ഗുരുകുലത്തിന്റെ ഉമ്മറത്ത് കൊണ്ട് കിടത്തി തരാം നാം. അപ്പൊ നിനക്ക് കണ്ണുറയെ കാണാലോ. വേദക്കുട്ടിയുടെ മുഖത്ത് ഒരു സങ്കടം പോലെ. ഞാൻ കുറെ വിളിച്ചല്ലോ, എന്നിട്ട് യോഗിനിയമ്മ എവിടെയായിരുന്നു?
എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. എന്താ വേദക്കുട്ടി വിളിച്ചത്? യോഗിനിയമ്മ പറഞ്ഞത് മുഴുവനും കള്ളമാണ്. അതെന്തു പറ്റി? യോഗിനിയമ്മയല്ലേ പറഞ്ഞത് നന്മ ചെയ്താൽ നന്മ തന്നെ കൂലിയായിട്ട് കിട്ടുമെന്ന്. അതിനെന്താ വ്യത്യാസം വന്നത്? ഒന്നുമില്ലേ. മേരൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അവിടെ എന്താ സംഭവിച്ചതെന്ന് യോഗിനിയമ്മയുടെ ആരെങ്കിലും പറഞ്ഞോ? വേദക്കുട്ടി പറയൂ. അവിടത്തെ ശിവലിംഗ പ്രതിഷ്ഠ ചരിഞ്ഞിരിക്കുന്നു. ആരെ നിവർത്താൻ നോക്കിയിട്ടും നിവരുന്നില്ല. എന്നിട്ട് അവസാനം ചിത്രഭാന തമ്പുരാൻ ഒരു കള്ള ജോത്സ്യനെ കൊണ്ടുവന്നു. അയാൾ ഒരു പ്രശ്ന പരിഹാരവും വിധിച്ചു. ശിവഭഗവാന്റെ ഏറ്റവും നല്ല ഭക്ത കഴുത്തിൽ കയറ് കെട്ടി വലിച്ച് ശിവലിംഗം നേരെയാക്കണമെന്ന്. അത് ഒരു കടുത്ത വിധിയാണല്ലോ. എന്നിട്ട് ചിത്രഭാന തമ്പുരാൻ ആരെയാ തിരഞ്ഞെടുത്തതെന്നറിയാമോ? ആരെയാ? കുഞ്ഞിപ്പെണ്ണിന്. കുഞ്ഞിപ്പെണ്ണ് എന്ത് തെറ്റാ ചെയ്തത്? കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ നടന്ന് എല്ലാവരെയും സഹായിക്കുന്നില്ലേ? ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നില്ലേ? ചിത്രഭാന തമ്പുരാന്റെ അസുഖം മാറ്റിക്കൊടുത്തില്ലേ? അതിനൊക്കെയുള്ള കൂലിയാണോ ഇത്? ഞാൻ മല്ലിയമ്മയുടെ കാല് പിടിച്ചു പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന്. അപ്പോൾ മല്ലിയമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഭഗവാന്റെ മുമ്പിൽ വെച്ച് മരിക്കേണ്ടി വന്നാൽ അതും പുണ്യമല്ലേ എന്ന്. എന്റെ കുഞ്ഞിപ്പെണ്ണ് മരിക്കൂ യോഗിനിയമ്മേ. മനുഷ്യരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷേ അതിന്റെയൊക്കെ അവസാനം നന്മ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഞാൻ വിശ്വസിക്കില്ല. ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല. എന്റെ കുഞ്ഞിപ്പെണ്ണിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ എല്ലാ ദൈവങ്ങളെയും ഞാൻ വെറുക്കും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയില്ല, പൂജിക്കുകയില്ല. പിണങ്ങാതെ. വേദക്കുട്ടിക്ക് എന്താ വേണ്ടത്? കുഞ്ഞിപ്പെണ്ണ് എന്നും എന്നും വേദക്കുട്ടിയുടെ കൂടെ വേണം. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് കുഞ്ഞിപ്പെണ്ണിനെയാണ്. എനിക്ക് അവളില്ലാതെ പറ്റില്ല യോഗിനിയമ്മ. യോഗിനിയമ്മ മേരൂർ ക്ഷേത്രത്തിലൊന്ന് പോകുമോ? എന്നിട്ട് അവരോടൊന്ന് പറയുമോ കുഞ്ഞിപ്പെണ്ണിന്റെ കഴുത്തില് കയറിടാൻ പാടില്ലെന്ന്? യോഗിനിയമ്മ പറഞ്ഞാൽ അവര് കേൾക്കും. അത് അസാധ്യമാണ്. എന്നാ യോഗിനിയമ്മ എന്നോട് മിണ്ടണ്ട. വേദക്കുട്ടിക്ക് ഭഗവാനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? അതേ ഭഗവാനല്ലേ മല്ലിയുടെയും കുഞ്ഞിയുടെയും വീട്ടിൽ വന്നിരുന്ന് അന്നം കഴിച്ചു മടങ്ങിയത്? അതേ ഭഗവാനല്ലേ അവരെ തോണിയിൽ കയറ്റി മറുകരയിൽ എത്തിച്ചത്? അദ്ദേഹം തന്നെയല്ലേ കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിൽ ദിവ്യമായ ഒരു ഔഷധം കൊടുത്തത്? അങ്ങനെയുള്ള ഒരാളുടെ കഴുത്തിൽ ഭഗവാന്റെ ശിവലിംഗത്തിൽ നിന്ന് ഒരു കയറ് കൈമാറിയാൽ എന്ത് സംഭവിക്കാനാണ്? ഭഗവാൻ കണ്ണു തുറക്കാതിരിക്കോ? പ്രതികരിക്കാതിരിക്കോ? എന്റെ കുഞ്ഞിപ്പെണ്ണ് വേദക്കുട്ടിയുടെ മനസ്സിലെ ആശങ്ക മാറ്റാൻ ഞാനൊരു കഥ പറഞ്ഞു തരാം. വേണ്ട, എനിക്ക് കഥയൊന്നും കേൾക്കണ്ട. വേണം, കേൾക്കണം. ഈ കഥ തീർന്നു കഴിയുമ്പോൾ വേദക്കുട്ടിക്ക് മനസ്സിലാകും ഒരാളെ കരുതിക്കൂട്ടി ചതിക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കുക എന്ന്. കുറെ കാലം മുമ്പ് ഒരു ദേശത്ത് രണ്ടൊറ്റ ചങ്ങാതിമാരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേര് രംഗൻ, ഒരാളിന്റെ പേര് കുങ്കൻ. കുഞ്ഞുനാള് മുതൽ അവരൊന്നിച്ചായിരുന്നു. കിട്ടിയത് മുഴുവൻ അവർ പങ്കിടും. അങ്ങനെ സ്വപ്നങ്ങളും പങ്കിട്ട് നടക്കുന്ന ഒരു ദിവസം രംഗ, എത്രയോ നാടുകൾ നമ്മൾ ചുറ്റിക്കറങ്ങി, എത്രയോ ജോലികൾ ചെയ്തു. പക്ഷേ അന്നത്തിനുള്ള വഴിയല്ലാതെ മറ്റൊന്നും സമ്പാദിക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ലല്ലോ. അതിനൊരു യോഗം വേണ്ടേ? ചിലപ്പോ കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കുമായിരിക്കും. പ്രായം കടന്നു പോയതിനു ശേഷം സമ്പത്ത് കിട്ടിയിട്ട് അതുകൊണ്ട് കാര്യമെന്താ? തെറ്റായ വഴിയിലൂടെ പണം സമ്പാദിക്കുന്നവർ എത്രയോ നന്നായി ജീവിക്കുന്നു. നമുക്കും ഇനി നേരായ മാർഗം വിട്ട് ചിന്തിച്ചാലോ? ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊന്നും ചിന്തിക്കാതെ കുങ്ക. നേരായ മാർഗത്തിലൂടെ അല്ലാതെ സമ്പാദിക്കുന്നതൊന്നും നിലനിൽക്കില്ല, അതറിയാമല്ലോ. എനിക്ക് എങ്ങനെയും പണം ഉണ്ടാക്കിയേ പറ്റൂ. എന്നിട്ട് മഹാരാജാവിനെ പോലെ ജീവിക്കണം. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കണം.
അത്യാഗ്രഹം പാടില്ല. അഥവാ ഇനി ഒരു കാലത്ത് നമ്മൾ അധികം സമ്പാദിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. ഒന്നും മതിയാക്കുന്നുണ്ടോ? ഈ പറയുന്ന പാവങ്ങൾ ആരെങ്കിലും നമ്മൾ കഷ്ടപ്പെടുമ്പം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് വേണ്ടി സേവനം നടത്തിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ അവർക്ക് വേണ്ടി സേവനം നടത്തുന്നത്? നല്ല വഴി മാത്രം ചിന്തിക്കൂ. നമ്മുടെ ഓരോ വഴിയും ദൈവം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. സമ്പാദ്യം ഉണ്ടായി കഴിഞ്ഞാൽ ദൈവങ്ങൾക്ക് ആവോളം വഴിപാട് കൊടുക്കാമല്ലോ. അപ്പോ പിന്നെ ദൈവങ്ങൾ നമ്മുടെ മുന്നിൽ പ്രസാദിക്കില്ലേ? അക്കാര്യത്തിൽ എനിക്ക് ഭയമില്ല. കുങ്കന്റെ ചിന്തകൾ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. നീ നടക്ക്. ഇതെന്താ ഒരു കിഴി? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണുപോയതായിരിക്കും. അയ്യോ, എങ്കിൽ ആ പാവം വിഷമിക്കുമല്ലോ. നമ്മൾ വന്ന വഴി ആരെയും കണ്ടതുമില്ല. എന്തായാലും നമുക്ക് അടുത്തുള്ള സത്രത്തിൽ ചോദിച്ച് ഇതങ്ങ് കൊടുക്കാൻ പറയാം. നീ അതൊന്ന് തുറന്നു നോക്കി, എന്താണെന്ന് അറിയാലോ. അത് ശരിയാണോ? ഒരു ശരികേടുമില്ല. നീ അതിങ്ങ് താ, ഞാൻ നോക്കാം. ഇത് വില പിടിച്ച രത്നങ്ങളാണ്. അതെ, ആരുടെയോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. അല്ല, ആരിൽ നിന്നും നഷ്ടപ്പെട്ടതല്ല. നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം നമുക്കായി കരുതി വെച്ചതാണിത്. അതല്ല, ഇവിടെ ആരുമില്ല. നമുക്കിത് കിട്ടിയത് ആരും അറിയുകയും വേണ്ട. നമ്മുടെ കഷ്ടപ്പാട് ഇതോടെ തീർന്നു രംഗ. ഇനി നമ്മൾ സമ്പന്നരാണ്. എന്നിട്ട് ആ രത്നങ്ങൾ അവരെന്താ ചെയ്തത്? പറയാം. ലോകത്തെവിടെയും സമ്പത്താണല്ലോ ഏറ്റവും വലിയ തർക്ക വിഷയം. അത് കൂട്ടുകാരെ തമ്മിൽ അകറ്റും, കുടുംബങ്ങളെ തമ്മിൽ അകറ്റും. അങ്ങനെ നോക്കിയാൽ പണം ആളെക്കൊല്ലിയാണ്. കുങ്കൻ രംഗനെ ചതിച്ചോ? കയ്യിൽ കിട്ടിയ രത്നങ്ങളുമായി കുങ്കനും രംഗനും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. രംഗന്റെ മനസ്സ് മുഴുവനും നല്ല ചിന്തകളായിരുന്നു. കുങ്കന്റേത് മറിച്ചു. ഇത് വിറ്റാൽ കിട്ടുന്ന സമ്പത്തിൽ നിന്നും കുറച്ചു മാത്രം തങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളത് പാവങ്ങൾക്ക് ദാനം ചെയ്യാം എന്നായിരുന്നു രംഗന്റെ മനസ്സിൽ. എന്നാൽ അത്യാഗ്രഹിയായ കുങ്കനാവട്ടെ ഒരാൾക്കും ഒന്നും കൊടുക്കില്ല എന്ന് വാശി പിടിച്ചു. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. നന്മയിൽ നിന്ന് വിടാൻ രംഗൻ തയ്യാറായില്ല, തിന്മയിൽ നിന്ന് വിടാൻ കുങ്കനും തയ്യാറായില്ല. രാവ് മുഴുവനും ആ തർക്കം നീണ്ടു പോയി. അവസാനം ആരാ ജയിച്ചത്? ആരും ജയിച്ചില്ല. ഒടുവിൽ വാശി പിടിക്കുന്ന കുങ്കനോട് രംഗൻ പറഞ്ഞു, ഇനിയും വാശി പിടിച്ചാൽ രത്നങ്ങൾ കിട്ടിയ കാര്യം നാടുവാഴി തമ്പുരാനെ അറിയിക്കുമെന്ന്. അദ്ദേഹം അത് ഏറ്റെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ കുങ്കനൊന്ന് അടങ്ങി. കിട്ടിയ രത്നങ്ങൾ രംഗൻ തന്റെ ഭാണ്ഡത്തിൽ വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അവർ കിടന്നുറങ്ങി. കുങ്കൻ ദുഷ്ടനല്ലേ? രാത്രി രംഗൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ? പണമല്ലേ, ചെയ്യാത്തതൊക്കെ ചെയ്യിക്കും. പാതിരാത്രി കഴിഞ്ഞപ്പോൾ കുങ്കൻ പതിയെ എഴുന്നേറ്റു.
രംഗ രംഗ എഴുന്നേൽക്ക്. എന്താ? നമ്മൾ തമ്മിൽ വഴക്കിട്ടത് കൊണ്ടല്ലേ നീ ആഹാരം പോലും വേണ്ടെന്ന് വെച്ച് കിടന്നത്. എനിക്കത് ആലോചിച്ചിട്ട് ഉറക്കമേ വരുന്നില്ല. എത്രയോ കാലമായി നമ്മൾ ഒരുമിച്ച് നടക്കുന്നു. കഷ്ടപ്പാടും ദാരിദ്ര്യവുമെല്ലാം ഒന്നിച്ചനുഭവിച്ചു. ഇപ്പോ നമുക്ക് കുറച്ച് സമ്പത്ത് കിട്ടി. അത് കണ്ടപ്പോ ഞാനൊരു അത്യാഗ്രഹിയായിപ്പോയി. പക്ഷേ നീ പറഞ്ഞതാണ് സത്യം. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് എടുത്തിട്ട് ബാക്കി പാവങ്ങൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. കുങ്ക, നിന്റെ ചെങ്ങാത്തമില്ലാതെ കുങ്കൻ എന്ത് ജീവിതമാണ്? നാളെ നേരം വെളുത്തിട്ട് നീ തീരുമാനിച്ചതുപോലെ എല്ലാം നമുക്ക് ചെയ്യാം. കുങ്ക, ഇപ്പോഴെങ്കിലും നീ നിന്റെ മനസ്സ് തുറന്നല്ലോ. നമ്മളങ്ങനെ ഒരു നന്മ ചെയ്താൽ അതിന്റെ കൂലി ഈശ്വരനിൽ നിന്നും നമുക്ക് കിട്ടും. ഈശ്വരൻ ദാനമായി നമുക്ക് തന്നത് 1000 ദാനങ്ങളായി നമുക്കും ചെയ്യണം. ശരി, എന്റെ ചെങ്ങാതിയാണ് ശരി. ഇനി ഈ പഴമെങ്കിലും കഴിക്കാലോ. പട്ടിണി കിടക്കുകയല്ലേ. ഇനിയിപ്പോ ഈ നേരത്ത് ഇത് കഴിക്കണോ? എന്റെ സമാധാനത്തിനായിട്ടെങ്കിലും കഴിക്ക്. ദാ. അധികം പാകമാകാതെ പഴുപ്പിച്ച പഴമാണേ. കല്ലുപോലെ ചെറിയ കട്ടിയുണ്ടാവും. അത് കാര്യമാക്കണ്ട, കഴിച്ചോളൂ. ഇനി നീ സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ. ഞാനും ഉറങ്ങാം. നിന്നെപ്പോലെ ഒരു ചങ്ങാതിയെ മറ്റാർക്കും കിട്ടില്ല കുങ്ക. നിന്നെ കുറിച്ചുള്ള എന്റെ ചിന്തയും അങ്ങനെ തന്നെയാണ് ചങ്ങാതി. ഉറങ്ങും. നാളെ രാവിലെ തന്നെ നമുക്ക് ഉണരണം.